വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു മൂന്നാം പ്രതിയെന്ന് റിപ്പോർട്ടുകൾ. കട്ടളപ്പാളി കേസുമായി ബന്ധപ്പെട്ട പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടിലാണ് മുൻ ദേവസ്വം കമ്മീഷണറുടെ പങ്ക് വ്യക്തമാക്കുന്നത്. 19/3/2019 മുൻ ദേവസ്വം കമ്മീഷണറുടെ ശുപാർശയിൽ സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയെന്നാണ് SIT വ്യക്തമാക്കുന്നത്. ഈ കാലയളവിൽ എൻ വാസുവാണ് കമ്മീഷണർ. കേസിൽ രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക സംഘം ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. തട്ടിപ്പിൽ ഉന്നതരുടെ കൂടുതൽ ഇടപെടൽ അടക്കം റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ എന്നിവരെയാണ് ശബരിമല സ്വർണ്ണ തട്ടിപ്പിൽ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിവാഹത്തോടെ ഭാര്യയ്ക്കുമേൽ അനിശ്ചിത അധികാരം കൈവരുന്നുണ്ടെന്ന പരമ്പരാഗത ധാരണ പുരുഷന്മാർ തിരുത്തണമെന്ന് മദ്രാസ് ഹൈക്കോടതി. ഭാര്യമാരുടെ സഹനത്തെ സമ്മതമായും മൗനത്തെ അംഗീകാരമായും തെറ്റിദ്ധരിക്കരുതെന്നും കോടതി പറഞ്ഞു. ഭാര്യയുടെ സുരക്ഷിതത്വവും സ്വാസ്ഥ്യവും ആത്മാഭിമാനവും ഉറപ്പുവരുത്തുക എന്നത് വിവാഹബന്ധത്തിലെ സുപ്രധാന ചുമതലയാണെന്നും ഉത്കൃഷ്ട മൂല്യങ്ങളെ അടിസ്ഥാനമാക്കുന്ന ഇന്ത്യൻ വിവാഹ സമ്പ്രദായം പുരുഷാധിപത്യത്തിൻ്റെ നിഴലിൽ നിന്ന് മുക്തമായി സമത്വത്തിലേക്കും പാരസ്പര്യത്തിലേക്കും മാറണമെന്നും കോടതി നിരീക്ഷിച്ചു. 80 പിന്നിട്ട ഭർത്താവിനെ ഗാർഹിക പീഡനക്കേസിൽ കുറ്റവിമുക്തനാക്കിയ കീഴ്ക്കോടതി വിധി റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിലാണ് ഈ നിരീക്ഷണം നടന്നത്. പ്രാന്തലമായിരുന്ന കേരളം മാനവാലമായി മാറിയെന്നും നവോത്ഥാന നായകർക്ക് ഇതിൽ വലിയ പങ്കുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബി രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കിഫ്ബിയുടെ പ്രസക്തി ഗൗരവമായി ആലോചിക്കണമെന്നും പഴയകാലത്തെ കേരളത്തെക്കുറിച്ച് ഓർക്ക് നല്ലതാണെന്നും ഇന്ന് കാണുന്ന സൗകര്യങ്ങളും അവസരങ്ങളും ഒരു കാലത്ത് ഇല്ലായിരുന്നുവെന്നും ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ കിഫ്ബിയെക്കുറിച്ച് ഒരു ആശങ്കയും വേണ്ടെന്നും അസാധ്യമെന്ന ഒരു വാക്കിന് സർക്കാരിനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലുള്ള SSK ഫണ്ടിൽ ആദ്യ ഗഡു അനുവദിച്ച കേന്ദ്ര സർക്കാർ 92.41 കോടി രൂപയാണ് പദ്ധതിയുടെ കേരളത്തിന് ലഭിക്കുക. കേരളം സമർപ്പിച്ച 109 കോടി രൂപയിലാണ് ഈ തുക അനുവദിച്ചത്. നോൺ റക്കറിംഗ് ഇനത്തിൽ 17 കോടിയാണ് ഇനി കിട്ടാനുള്ള. ഫണ്ടിലൂടെ വിദ്യാഭ്യാസ വകുപ്പിന് വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. മുതിർന്ന CPM നേതാവ് EP ജയരാജൻ്റെ ആത്മകഥയ്ക്ക് കള്ളൻ്റെ ആത്മകഥ എന്നാണ് പേരിടേണ്ടിരുന്നതെന്ന് BJP നേതാവ് ശോഭ സുരേന്ദ്രൻ. തൻ്റെ ആത്മകഥയിൽ ശോഭ സുരേന്ദ്രനെതിരെ ജയരാജൻ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് ശോഭ സുരേന്ദ്രൻ്റെ പ്രതികരണം. EP ജയരാജൻ്റെ പുസ്തകത്തെക്കുറിച്ച് കേട്ടപ്പോൾ താൻ ഉള്ളിൽ ചിരിക്കുകയായിരുന്നുവെന്നും ഒരു കാര്യം ചെയ്യുമ്പോൾ തൻ്റെ ഇടം വേണമെന്നും ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആലോചിച്ചതിന് ശേഷം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്നും ശോഭ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ഓട്ടോ ടാക്സി പ്ലാറ്റ്ഫോമായ കേരള സവാരി അതിൻ്റെ രണ്ടാം പതിപ്പിലൂടെ പൂർണ്ണ അർത്ഥത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. തിരുവനന്തപുരം, കൊച്ചി നഗരങ്ങളിലാണ് പരിഷ്കരിച്ച കേരള സവാരി ആപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മെട്രോ, വാട്ടർ, മെട്രോ ഫീഡുകൾ, ബസ്സുകൾ, ഓട്ടോകൾ, കാബുകൾ എന്നിവയെ ഏകോപിപ്പിച്ച് ഡിസംബറോടെ മൾട്ടി മോഡൽ ഗതാഗത സംവിധാന ആപ്പായി കേരളം സവാരി മാറും. വൈകാതെ തന്നെ മറ്റ് ജില്ലകളിലേക്കും നഗരങ്ങളിലേക്കും പദ്ധതി വ്യാപിക്കുമെന്നും സർക്കാർ അറിയിച്ചു. തിരുവനന്തപുരത്ത് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. 15 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. KS ശബരിനാഥൻ കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന് AC ജനറൽ സെക്രട്ടറി KS വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നേമത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ സ്ഥാനാർത്ഥിയാകും. വിജ്ഞാപനത്തിന് പിന്നാലെ LDFും 2 ദിവസം BJPയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് വിവരങ്ങൾ. താമരശ്ശേരി ഫ്രഷ് കട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വിളിച്ച രാഷ്ട്രീയ പാർട്ടി യോഗത്തിലും സമവായമായില്ല. ഫാക്ടറി തുറക്കാൻ ഉടമകളെയും സമരസമിതിയെയും ഒരുമിച്ച് ഇരുത്തി ചർച്ച വേണമെന്ന് LDF ആവശ്യപ്പെട്ടു. പ്രശ്നപരിഹാരത്തിലുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ടെന്നും LDF പ്രതിനിധികൾ വ്യക്തമാക്കി. മാലിന്യ പ്രശ്നം പരിഹരിക്കാതെ ഫാക്ടറി തുറക്കാൻ അനുവദിക്കില്ലെന്ന് UDF കക്ഷികൾ വ്യക്തമാക്കി. ഫാക്ടറി ഉടമകളുമായി ചേർന്ന് ചർച്ച നടത്താനാവില്ലെന്നും അവർ പറഞ്ഞു. ഓപ്പറേഷൻ സൈഹണ്ടിൽ അറസ്റ്റിലായ പെരുമ്പാവൂർ സ്വദേശി ഹസൻ അനസ് ആരിസ് ബീരാൻ MPയുടെ PA പ്രവർത്തിച്ചില്ലെന്ന് MPയുടെ ഓഫീസ് പഠനകാലത്ത് MP ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നാൽ PA പദവി നൽകിയിരുന്നില്ലെന്ന് MPയുടെ ഓഫീസ് അറിയിച്ചു. വാഴക്കുളം മാവിൻചൂട് ചെരുമൂടൻ വീട്ടിൽ ഹസൻ അനസ് ആണ് ഓപ്പറേഷൻ സൈഹണ്ടിൻ്റെ ഭാഗമായി പോലീസ് പിടിയിലായത്. MSF ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഹസൻ അനസ്. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിന് പിറകെ കൊടുവള്ളി നഗരസഭാ സെക്രട്ടറിയെ മാറ്റി. ആരോപണത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാതെ അനധികൃതമായി അവധിയെടുത്ത നഗരസഭാ സെക്രട്ടറി മനോജ് VSനെ മാറ്റണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. അനിൽകുമാർ നോച്ചിലിയാണ് പകരം നഗരസഭാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ PMC പദ്ധതി ഗൗരവമായ വിഷയമാണെന്നും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും മന്ത്രി V ശിവൻകുട്ടി. ദോശ ചുടുന്ന പോലെ തീരുമാനിക്കാൻ പറ്റില്ലെന്നും കത്ത് നൽകുന്നത് ഈ ആഴ്ച കൊണ്ട് പൂർത്തീകരിക്കുമെന്നും നിലവിൽ ഫയൽ വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അടുത്താണെന്നും V ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. PMC പദ്ധതിയിൽ CPMനോട് ഏറ്റുമുട്ടൽ വേണ്ടെന്ന നിലപാട് സംസ്ഥാന കൗൺസിൽ വ്യക്തമാക്കി. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ബിനോയ് വിശ്വം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും യോജിച്ചു പോകണമെന്ന നിർദ്ദേശവും ബിനോയ് വിശ്വം മുന്നോട്ട് വെച്ചു. PMCയിൽ സർക്കാരിനെ കൊണ്ട് നിലപാട് തിരിച്ചത് പാർട്ടിയുടെ നേട്ടമെന്നാണ് CPIയുടെ വിശദീകരണം. എന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറിക്കൊണ്ടുള്ള കത്ത് കേന്ദ്രത്തിൽ സംസ്ഥാനം അയക്കുന്നത് ഉറപ്പാക്കണമെന്ന് സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളും വ്യക്തമാക്കി.
KPC പ്രസിഡന്റും പേരാവൂർ MLAയുമായ സണ്ണി ജോസഫ് മണ്ഡലത്തിലെ പരിപാടിക്കിടെ CPM പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവറശ്ശേരി റോഡ് നവീകരണ ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴായിരുന്നു MLA സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡായതിനാൽ പ്രോട്ടോകോൾ അനുസരിച്ച് MLA ആണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ വാദം. എന്നാൽ എട്ടുകാലി മമ്മൂഞ്ഞാകാൻ നിൽക്കേണ്ട എന്ന മുദ്രാവാക്യം വിളിച്ച് CPM പ്രവർത്തകർ പ്രതിഷേധിച്ചു. തുടർന്നാണ് MLA വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ചാവശ്ശേരിയിൽ റോഡ് നിർമ്മാണവുമായി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പ്രതികരണത്തിനുമായി KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA എന്ന നിലയിൽ താനാണ് റോഡ് നവീകരണത്തിന് തുക ആവശ്യപ്പെട്ടതെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1.25 കോടി രൂപ സർക്കാർ അനുവദിച്ചതെന്നും ജയരാജന് കിട്ടിയ ശ്രീധരൻ കൊണ്ട് നിർമ്മിക്കുന്ന റോഡാണെങ്കിൽ താൻ പോകില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സീറോ മലബാർ സഭാ നേതൃത്വവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സർവശിക്ഷ കേരള പദ്ധതിയിൽ കേരളത്തിന് അർഹതപ്പെട്ട പണം ഉടൻ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കേരള എക്സ്പ്രസിലെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ച 2 പെൺകുട്ടികളും ട്രെയിനിൻ്റെ വാതിൽ ഭാഗത്തിരിക്കുന്ന ദൃശ്യങ്ങളുമാണ് ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയായ സുരേഷ് കുമാർ ശ്രീകുട്ടിയെ ചവിട്ടിത്തള്ളിയിടുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. രണ്ടാമത്തെ പെൺകുട്ടിയെയും പ്രതി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങൾ ഉണ്ട്. വർക്കലയിൽ മദ്യലഹരിയിൽ സഹയാത്രികൻ ട്രെയിനിൽ നിന്ന് ചവിട്ടിത്തള്ളിയിട്ട 19-കാരി ശ്രീകുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് ശ്രീകുട്ടി. തലയ്ക്കും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ SFI UDSF സംഘർഷത്തിൽ UDSF പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും സംഭവത്തിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനിൽ UDSF നേതാക്കൾ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തു. കൊടും കുറ്റവാളിയും കുപ്രസിദ്ധ മോഷ്ടാവുമായ ബാലമുരുകനുമായുള്ള തെരച്ചിൽ തുടർന്ന് പോലീസ് ഇന്നലെ രാത്രി മുതൽ തെരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇയാളെക്കുറിച്ച് ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. വിയ്യൂർ ജയിലെത്തിക്കും വഴി തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്നാണ് ബാലമുരുകൻ ഓടി രക്ഷപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. ജയിൽ മോചനായതിനു ശേഷം പ്രതികാരം തീർക്കാൻ മറയൂരിലെത്തി തുടർ മോഷണങ്ങൾ നടത്തുകയായിരുന്നു ഇയാൾ. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്ത് ക്ലാസ് മുറിയിൽ വെച്ച് കുട്ടികളെ കൊണ്ട് കാല് തിരുമിച്ച അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറി തമിഴ്നാട് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. അണ്ണാമലൈ. കോൺഗ്രസിലെ കുടുംബവാഴ്ചയ്ക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MPക്കെതിരെ ഹൈക്കമാൻഡ്. തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രകോപന പ്രസ്താവന പാടില്ലെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. ശശി തരൂരിന്റെ ലേഖനം BJP ബീഹാറിൽ പ്രചരണായുധമാക്കിയോടെയാണ് തരൂരിനെ തള്ളി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് എത്തിയത്. ബീഹാറിൽ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വമ്പൻ പ്രഖ്യാപനമായി RJD നേതാവ് തേജസ്വി യാദവ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് 2 രാജകുമാർ കറങ്ങി നടക്കുകയാണെന്നും അതിലൊരു ദില്ലി ബാല രാജകുമാരൻ ഛഠ് പൂജയുമായി ബന്ധപ്പെട്ട് ദേവിയായ ഛഠ് മയ്യയെ വരെ അവമാനിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.